നമ്മളിന്ന് RRBയുടെ ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായി, എന്നാലും പലരും ഇതറിയാതെ പോകുന്നുണ്ട് അറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ വീണ്ടും ഒന്ന് അറിയിക്കാനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. RRBയുടെ ടെക്നീഷ്യനിൽ 2 ടൈപ്പ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യുമായിട്ട് വരുന്ന 2 പോസ്റ്റുകളുണ്ട്. അതിൽ ഏകദേശം നമുക്ക് രണ്ടിൻ്റെ കൂടെയുള്ള ഒരുമിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് CEN 02/2026 ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. rrbapply.gov.in ആണ് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. 2 ടൈപ്പ് പോസ്റ്റ് എന്ന് പറഞ്ഞു. അതിൽ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റും ഗ്രേഡ് 3 നമ്മുടെ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റും ഗ്രേഡ് 3 എന്ന് പറയുന്നത് ITI 10th ITI ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 30th ജൂണിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ജൂലൈ പകുതിയായി. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29th ജൂലൈ ആണ്. ഓക്കെ, ഇതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലെവൽ 2 ലെവലിലാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആൻഡ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ലെവൽ 2 വേരിയസ് ട്രേഡ്സ്. ഇതിൽ ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കതല്ല കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. സിഗ്നൽ പോസ്റ്റിൽ 323 വേക്കൻസീസ് ആണ് വരുന്നത്. ഗ്രേഡ് 3 വരുന്നതിൽ 6234 വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 6500ഓളം വേക്കൻസീസ് ഈ ഒരു എക്സാം ലെവലിൽ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വേണ്ട നെസസറി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്ക് മറ്റേതായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതിൽ സിഗ്നൽ പോസ്റ്റിനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുക. BSc ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇതിലേതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിന് ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, വേറെ എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ BTech പോലെയുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രേഡ് 3 എന്നുള്ള പോസ്റ്റിൽ വരുന്നത് SLC ലെവലാണ്, 10th ലെവലാണ്. ബട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് ITI കോഴ്സ് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 18 to 33 ഇയേഴ്സ് വരെ വരുന്നുണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കാറ്റഗറി. നമുക്ക് സിഗ്നൽ പോസ്റ്റിൽ 18 to 33 ഇയേഴ്സും ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ വരുന്നത് 30 വയസ്സ് വരെയുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ കോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ സാധാരണ പറയുന്ന പോലെയുള്ള എക്സെപ്ഷണൽ ഏജ് റിലാക്സേഷൻസ് കാറ്റഗറീസിന് വരുന്നുണ്ട്. അതും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഇതിലെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ദെൻ അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്. നോർമലി നമുക്ക് വരുന്ന മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അത് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നമ്മുടെ ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേറ്റ് കണ്ടീഷനായിട്ട് വരുന്നത്. ഇനി ഇതിലെ ആ എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗ്നൽ പോസ്റ്റിന് ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിന് വരുന്നത് 100 ക്വസ്റ്റ്യൻസും 100 മാർക്സുമുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം, ജനറൽ അവയർനെസ് 10 മാർക്സിന് വരുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്ന ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 15 മാർക്സിന് വരുന്നുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു 20 മാർക്സിന് വരുന്നുണ്ട്. ദെൻ 20 മാർക്സ് മാത്തമാറ്റിക്സ് ആണ്. ദെൻ പിന്നെയുള്ള കാറ്റഗറി ശ്രദ്ധിക്കുക, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 മാർക്കിന് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കുറച്ചും കൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് വരുന്ന പാർട്ടാണ് ഇതിൽ വരുന്നത്. 35 മാർക്കിന് 35 ക്വസ്റ്റ്യൻ ആണ്, 35 മാർക്കിനാണ് ഈ എക്സാം വരുന്നത്, ഈ ഒരു പാർട്ട് വരുന്നത്. സോ ആകെ 100 മാർക്സിനാണ് ഗ്രേഡ് 1 സിഗ്നലിൽ നമുക്ക് വരുന്നത്. അതേപോലെ ഗ്രേഡ് 3 ഇതാണ് കൂടുതൽ വേക്കൻസീസ് വരുന്ന പോസ്റ്റുള്ളത്. ഗ്രേഡ് 3 ആണ്. അവിടെയും നമുക്ക് വരുന്ന ഇത് നോക്കുക, 25 മാർക്കിന് മാത്തമാറ്റിക്സ് ആണ്. 25 മാർക്കിന് തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് പോലെയുള്ള കാര്യങ്ങൾക്ക് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ജനറൽ സയൻസ് 40 മാർക്സ് ആണ്. ഇത് നമ്മൾ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 10th ലെവൽ വരെയുള്ള സയൻസ് ആണ് ബേസിക്കായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെയൊക്കെ ബേസിക് പാർട്ട് അറിയാവുന്നവർക്ക് നല്ല ഈസി ആയിട്ട് ഈ എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയുള്ളത് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നമ്മൾ 2 ലെവലിലേക്കും, ദാറ്റ് ഈസ് ഗ്രേഡ് 1ലേക്കും ഗ്രേഡ് 3ലേക്കും നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, രണ്ടിനും സെപ്പറേറ്റ് ഫീസും ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഒരു ലെവലിന് ഒരു RRBയിലേക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡ് 1ന് വേണ്ടിയിട്ട് തിരുവനന്തപുരം RRBയിൽ അപ്ലൈ ചെയ്യുന്നു, അതേ സമയത്ത് തന്നെ ഗ്രേഡ് 1ന് തന്നെ മദ്രാസ് RRB മീൻസ് ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ RRBയിലോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ഒരു ലെവൽ ഓഫ് പോസ്റ്റിന് ഒരു RRBയിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ അത് റിജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധാർ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റ് ഓൾറെഡി പറഞ്ഞു, rrbapply.gov.in എന്നുള്ള സൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ സമയത്ത് ലൈവ് ഫോട്ടോ ക്യാപ്ചർ നിർബന്ധമാണ്. അപ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റിയിൽ വരുന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു RRB ടെക്നീഷ്യൻ പോസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന താഴെ വരുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.